ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസിയിലും ഫിഷറീസ് വകുപ്പിന് കീഴിലും ആരോഗ്യ കേരളത്തിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കശുമാവ് കൃഷി വികസന ഏജൻസിയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയിൽ ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ 675 രൂപ ദിവസവേതന നിരക്കിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള അതാത് ജില്ലകളിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. വടക്കൻ മേഖലയിലെ അഭിമുഖം നടക്കുന്നത് 21/11/2023 PWD റെസ്റ്റ് ഹൗസ് കോഴിക്കോട് വെച്ചു. തെക്കൻ മേഖലയിലെ അഭിമുഖം 30/11/2023 ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കൊല്ലത്ത് വെച്ചും രാവിലെ 10 മണിക്ക് നടത്തുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് BHSC അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. ഒഴിവുകളുള്ള ജില്ലയും എണ്ണവും നോക്കുകയാണെങ്കിൽ വടക്കൻ മേഖലയിൽ തൃശ്ശൂർ 2, മലപ്പുറം 1, കോഴിക്കോട് 1, വയനാട് 1, കണ്ണൂർ 2. തെക്കൻ മേഖലയിൽ തിരുവനന്തപുരം 1, കൊല്ലം 1, പത്തനംതിട്ട 1, ആലപ്പുഴ 1, കോട്ടയം 2, ഇടുക്കി 1, എറണാകുളം 1. അടുത്തത് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയിൽ വടക്കൻ മേഖലയിലേക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇൻ്റർവ്യൂ നടക്കുന്നത് 21/11/2023 ഉച്ചയ്ക്ക് 2 മണിക്ക് കോഴിക്കോട് ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് കൃഷിയോ കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലോ കുറഞ്ഞത് 10 വർഷം പ്രവൃത്തി പരിചയമുള്ള സൂപ്പർവൈസറി കേഡറിൽ ജോലി ചെയ്തിട്ടുള്ള ബിരുദധാരികൾക്കാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രവർത്തന മേഖല തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. പ്രതിമാസ ശമ്പളം 25,000 രൂപയും പ്ലസ് 5,000 രൂപ TA-യും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ആരോഗ്യ കേരളത്തിന് കീഴിലുള്ള ഹെൽത്ത് കേരളയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഹെൽത്ത് കേരള പ്രോജക്റ്റിൽ ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2023 നവംബർ 15 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വൈകി വരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 20/11/2023, 21/11/2023 തീയതികളിൽ അഭിമുഖം ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 3 വർഷം ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ, കൂടാതെ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ആശുപത്രി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനുള്ള പ്രവൃത്തി പരിചയവുമാണ്. മുൻപരിചയം നിർബന്ധമല്ല. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വനിതാ ശിശു വികസന വകുപ്പ് നിർഭയ സെല്ലിന് കീഴിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന SOS മോഡൽ ഹോം സ്ഥാപനത്തിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. സെക്യൂരിറ്റി കം മൾട്ടിപർപ്പസ് വർക്കർ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് ആണ്. പ്രായപരിധി വരുന്നത് 30 വയസ്സാണ്. അടുത്തത് പാർട്ട് ടൈം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MS സൈക്കോളജി അല്ലെങ്കിൽ MSc സൈക്കോളജി ആണ്. പ്രായപരിധി 25 വയസ്സിന് മുകളിലാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ 20 വരെയാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം SOS ചിൽഡ്രൻസ് വില്ലേജ്, എടത്തല, ആലുവ. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജലകൃഷി വികസന ഏജൻസി കേരള സെൻട്രൽ റീജിയന് കീഴിലുള്ള ഗവൺമെൻറ് സീഡ് ഹാച്ചറി PG-യിലേക്ക് ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. നവംബർ 16 രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് BCom ബിരുദം, MS ഓഫീസ്, ടാലി, ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ്, മലയാളം ലോവർ എന്നിവയാണ്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഓരോ പകർപ്പും സഹിതം ADAK സെൻട്രൽ റീജിയൽ തേവരയിലുള്ള ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.